അതെ, നോക്കി നിന്നത് മതി. ഇപ്പൊ പുള്ളി വന്നതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാലേ വെളിവും വെള്ളിയാഴ്ച ഉണ്ടാവൂല. ദേ അവന്മാർ പെപ്സിയും മിറിന്റെയും ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. അതെന്തിനുള്ളതാണ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് വേഗം പോവാൻ നോക്ക്. അതെ, ഇന്ന് തന്നെ പറയണോടി. അല്ല, പെട്ടെന്ന് അടിവയറ്റിട്ട് ഒരു ഉരുണ്ട് കയറ്റം, കയ്യും കാലും ഒരു വേറെ പോലെ. അയ്യേ, നീ ഇങ്ങനെ പേടിച്ചാലോ? നീ ആരാന്ന് നിനക്കറിയില്ലേ? ചീറിപ്പായുന്ന വെടികൊണ്ടൊക്കെ നേരെ നിന്നാ പോലും പേടിക്കാതെ എന്നെ അല്ലു ഒരു ചീൽ ചെറുക്കനെ പ്രപ്പോസ് ചെയ്യാൻ പേടിക്കണെന്ന് വെച്ചാൽ ലജ്ജാവഹം. ഒന്നും പേടിക്കണ്ട. നീ പ്ലാൻ ചെയ്ത പോലെ നീ പ്രിൻസിപ്പൽ വിളിക്കുന്നെന്ന് പറയുന്നു, കൊണ്ടുപോകുന്നു, മൂത്രപുര, പ്രപ്പോസൽ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അളിയാ, നിനക്ക് എന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയുണ്ടായിരുന്നു. സ്നേഹം അല്ലടി പുല്ലേ. കഴിഞ്ഞ കുറെ നാളായതും പറഞ്ഞിട്ട് എന്റെ ഉറക്കം കളയാറ്. അത് മാത്രമല്ല, നല്ല രണ്ടെണ്ണം കൂട്ടുകാരിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അത് ഓർക്കാനേ വയ്യ. അളിയൻ എന്തേലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. നിന്റെ പ്ലാൻ നന്നായിട്ട് നടക്കട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ എല്ലാം സെറ്റാക്കണം, ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം നീ. ഇനി എങ്ങാനും ടെൻഷൻ കയറി നീ പറയാൻ മറന്നു നോക്ക്. പുള്ളിയുടെ കയ്യിൽ മറ്റേ കോസ്റ്റ്യൂം ഇട്ട സഞ്ചി കാണും. ബിക്കോസ് ഇന്നലെ തൊട്ട് ആ ചാക്കും കൊണ്ട് പുള്ളി പ്രിൻസിയത്തൊക്കെ നടപ്പാണ്. അതിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കാൻ പറയണം. അതെന്തിനാ കൈ കൊടുത്താ പോരെ? ഇത് കഴുതി കഷ്ടകാലത്തിന് ആരെങ്കിലും നീ നമ്പർ കൊടുക്കുന്നത് കണ്ടാ പിന്നെ ചോദ്യമായി പറച്ചിലായി നാറ്റ കേസാവും. ആമ്പിള്ളേരെ അറിയാലോ, കൂട്ടുകാരെ വിളിച്ചൊന്നും അമ്മര് ചെയ്യൂല. ഇതാവുമ്പോ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. എപ്പടി? എന്റെ ചാരു, നിന്റെ ബുദ്ധി എവറസ്റ്റ് ആണല്ലോ. പോട്ടെ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയടാ. എന്തേലും ഇഷ്യൂ ഉണ്ടായ എന്നെ ഒന്ന് നോക്കിയാ മതി കേട്ടോ. ഓക്കെ. അത് പിന്നെ പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട്. ഡാൻസ് കോസ്റ്റ്യൂം കാണിക്കാനല്ലേ? അതെ, ഇപ്പൊ തന്നെ എന്റെ കൂടെ വാ പോവാം. ദൈവമേ, ഇയാളെന്താ ഇവിടെ? ആകാശം ഇടിഞ്ഞു വീണാല് റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത പ്രിൻസിപ്പളാണ് ഇനി ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നത്. പ്രിൻസിപ്പൾ വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. സാർ വിളിച്ചോന്ന് പറഞ്ഞു മറ്റേ കോസ്റ്റ്യൂം കാണിക്കാൻ. ഇന്നലെ വന്നപ്പോ സാർ ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചില്ലല്ലോ തന്നെ. ആരാ പറഞ്ഞത്? ആ കുട്ടിയാ പറഞ്ഞേ. കുട്ടി ഇങ്ങോട്ട് വരൂ. ഈശോയൊന്നും ഓടാൻ പോലും പറ്റണില്ലല്ലോ. താനല്ലേ പറഞ്ഞത് പ്രിൻസിപ്പൾ വിളിച്ചെന്ന്? അത് പിന്നെ ഈ പ്രിൻസിപ്പൾ അല്ല, വേറെ പ്രിൻസിപ്പൾ. ഞാനറിയാത്ത വേറെ പ്രിൻസിപ്പളോ? അതും ഈ കോളേജിലോ? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ HOD ആണ് സാർ. സാർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങള് HOD കണ്ടിട്ട് വരാം. വാ. എന്താ ശരിക്കും സംഭവം? ഇനി എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇനി അവന്മാര് വല്ല പണിയപ്പിച്ചതായിരിക്കോ? അതെ, സത്യത്തിൽ എന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ? എടോ, തന്നോടാ. എന്നെ ആരെങ്കിലും വിളിച്ചു എന്ന് പറഞ്ഞത് ഉള്ളതാണോന്ന്? ഈശോയെ, ഞാൻ എന്ത് പറയും? ഒന്നും വേണ്ടായിരുന്നു. ആ നമ്പർ സഞ്ചിയിലിട്. അത് പിന്നെ ചേട്ടനാ ചന്തി ഒന്ന് കാട്ടാമോ? അയ്യോ, നീ ദേവസാരി അവനോട് പറഞ്ഞത്? അയ്യേ, നാണക്കേട്. എന്തെന്ത് മതി, അവളുടെ ചേമ്പിൽ ഐഡിയ. മര്യാദക്ക് കൈ കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ കൂട്ടുകാരാണോ നാറ്റക്കേസാവും ഓലക്ക. അപ്പൊ തിരിയായില്ലല്ലോ. ടെൻഷൻ കയറിയിട്ട് സഞ്ചി തിരിഞ്ഞു. ഛേ,
ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അയാളോട്. എനിക്കതല്ല, ഞാനിനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അയാൾ എന്തായാലും ഫ്രണ്ട്സിനോട് പറയും. സാരമില്ലളിയാ, പോട്ടെ. ആൾക്കാര് പലതും പറയും, നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇതിലും വലുതെന്തോ വരാണ്ടെന്നാണെന്ന് വിചാരിക്കും. അതിങ്ങനെ പോയി. എനിക്ക് കൂട്ടുകാരാൻ പോലും വളർന്നെ പടക്കം വിട്ട് പൊട്ടിക്കുന്ന ഒരു തോപ്പന്നി. അവളുടെ ഒടുക്കത്തെ ധൈര്യം ഉണ്ടാക്കല്. ജീവിതത്തിൽ ഇങ്ങനെ ചമ്മിയിട്ടില്ല ഞാൻ. അതും ഒരു കാര്യം ചെയ്യാം. കൂടുതൽ നാറുന്നതിന് മുന്നേ അയാളോട് പോയി കാര്യം പറയാം. എന്തായാലും ഇപ്പൊ ഒരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വേണോ? ഇനി പറഞ്ഞ അബദ്ധാവോ? അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ വരുമെന്ന് എന്താ ഉറപ്പ്? നിന്റെ വായിലും തടി പൂച്ച കെട്ടി കിടപ്പാണോ? അതോ നാക്കിറങ്ങിപ്പോയോ? ഇപ്പം മിണ്ടാവോ? ആ മിണ്ടി തൊലക്ക്. എന്തായാലും ഞാൻ കാരണം ഉണ്ടായ നാണക്കേടല്ലേ? അല്ല, നിന്റെ മണ്ടത്തരം കൊണ്ടാണ്. എന്നാലും ഞാൻ കാരണമാണെന്നാണല്ലോ നീ പറയണത്. അതുകൊണ്ട് ഞാൻ തന്നെ സോൾവ് ആക്കാം. എങ്ങനെ? അത് നീ അറിയണ്ട. എന്റെ ബുദ്ധി എന്താന്ന് നീ കണ്ടോ മോളെ. പ്ലാൻ പറയാണ്ട് നീ പോവണ്ട. എന്ത് തേങ്ങയാണെങ്കിലും പറഞ്ഞിട്ട് പോയാ മതി. നിനക്കെന്നെ വിശ്വാസമില്ലെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതല്ലേടി നീ. ഇതിൽ കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല ചാരു. അലേനെ, നിന്നും മെലോഡ്രാമ കളിക്കാതെ കാര്യം പറയടി. ശരി, ഞാൻ അയാളെ വിളിച്ചിട്ട് പറയും നിനക്ക് അയാളോട് മുടിഞ്ഞ പ്രേമമാണ്. അത് പറയാൻ വന്നതാ. ബട്ട് ടെൻഷൻ കയറി കയ്യിൽ പോയെന്നു. നമ്പർ ഇടാൻ സഞ്ജി ചോദിച്ചത് നാക്കൊടുക്കി വേറെയായിരുന്നു. പോരെ? ഇഷ്ടമാണെന്ന് പറയണോ? എന്തേ ഇഷ്ടമല്ലേ? അതല്ല, എനിക്കറിഞ്ഞൂടാ. നീ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഇതും ഗുണമായ നീ ഇതും ജീവനോട് വീട്ടിൽ പോകില്ല പന്നി. ഓഹോ, അപ്പൊ പ്രപ്പോസ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഏതാ സാധനം? എന്ത് സാധനം? അല്ല, കുറെ നേരമായി ഞാൻ കാണുന്നു ഇവിടെ ഇരുന്ന് ഗോഷ്ടി കാണിക്കുന്നത്. വെറും വയറ്റിനാര് മൂഞ്ചോ അതോ കൂട്ടിയിട്ട് വലിച്ചോ? ഇത് രണ്ടുമല്ലാതെ നിനക്കിപ്പോ ഭ്രാന്ത് വരാൻ വേറെ സാധ്യതൊന്നും ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ഓടാ, ഞാൻ അടിച്ചും വലിച്ചും നീ എന്നാടാ കണ്ടേക്കുന്നേ? ഞാൻ കണ്ടിട്ടില്ല, കാണാതെ ആവാലോ. പറ, കാര്യം എന്താണ്? നിന്നോട് പറയണോന്നുണ്ട്, പക്ഷെ പറഞ്ഞാ നീ ഊതാൻ നിക്കരുത്. ഞാൻ എങ്ങനെ ചെയ്യോടാ? ചെയ്യും, അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. നീ സംഗതി കൂടാ. എനിക്കൊരു സ്പാർക്ക് അടിച്ചളിയാ. എപ്പോ? എവിടെ വെച്ച്? ആരോട്? ആരാണ് അവള്? എന്നാലും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഇങ്ങനൊരു സംഭവം. പ്രേമിക്കണ ചെറുക്കനോട് ഡിക്കി കാണിക്കുമെന്ന് ചോദിച്ച് പ്രൊപ്പോസ് ചെയ്യാൻ വരുന്നത്. എടാ നാറി, നീ ചിരിച്ച ആളെ കൂട്ടല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഊതല്ലേ? അലീന എന്നോ മറ്റാണെന്ന് തോന്നുന്നു ആ കൂട്ടുകാരെ പെൺകുച്ചി വിളിക്കണത് കേട്ടാ. ക്ലാസ്സിൽ വെച്ച്. ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് അറിയില്ല, എന്തായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. എന്നാലും അന്യായി വിറ്റായി പോയി. മറ്റേ കൂട്ടുകാരെ പെൺകുച്ചി എങ്ങനെയാണ്? കാണാൻ കൊള്ളാവോ? ഇല്ലാത്ത എന്താ വിളിയാ? ഓണത്തിനൊരു മുട്ട് കച്ചവടം. അല്ലടാ, ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുക്കുന്നതിൽ നിനക്ക് എന്താണ് അഭിപ്രായം? ഇതുവരെ കൊടുത്ത ജീവിതമൊന്നും പോരെ? നീ പുതിയ സിം എടുക്കണോ? ഒന്ന് നോക്കിയേക്കാന്നേ. അല്ല, സിമ്മിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അവള് ഇട്ടിച്ചു പോയ നമ്പർ ഇങ്ങെടുത്ത്. എന്തിന്? പോത്തെ ട്രൂ കോളറിൽ അടിച്ചു നോക്കും. പേര് അലീന എന്നാണ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഇത്ര നോക്കാൻ? എടാ മണ്ട, വല്ല പിക്കോ അഡ്രസ്സോ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അഡ്രസ്സോ? നീ എന്താണ് ഈ പറയണത്? ഒന്നടിയടാ, ഞാൻ കണ്ടില്ലല്ലോ അവളെ, നീ മാത്രം കണ്ടാ മതിയോ? ഇവനെ കൊണ്ട് തോറ്റല്ലോ. ആ ശരി ശരി, നോക്കാം. ദേ, ഇതാണ് ആള്. ഇവളാ?